പ്രിയ യൂട്യൂബ് സുഹൃത്തുക്കളെ, ഞാൻ അടൂർ ഫിലിപ്പ് മങ്കുഴിയിൽ. ഞാൻ മുൻലക്കത്തിൽ പറഞ്ഞു നിർത്തിയത് ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അത് വീണ്ടും തുടരുകയാണ്. ബാങ്കിൽ നിന്ന് നിങ്ങൾ വസ്തു ഈടുവെച്ചോ വീട് ഈടുവെച്ചോ നിങ്ങളുടെ പ്രോപ്പർട്ടി ഈടുവെച്ച് ലോൺ എടുക്കുന്ന സമയത്ത് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഫണ്ട് എത്ര വേണമെന്നുള്ളത് നിങ്ങൾ വളരെ അറിവുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്മാരെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നവരെ സമീപിച്ച് വളരെ വിശദമായ രീതിയിലുണ്ടാക്കി എത്ര ഫണ്ട് വേണമെന്നുള്ളത് കൺക്ലൂഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ഈട് കൊടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടിക്ക് ഉദ്ദേശം എന്ത് വില വരുമെന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും സ്വകാര്യമായൊരു വാല്യൂറെ വിളിച്ചിട്ട് നിങ്ങളോട് അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾ ബാങ്കിൽ പോയി ഇതുപോലെ എനിക്ക് ഇത്ര കോടി ലോൺ വേണമെന്ന് പറയുമ്പോൾ അവർ നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത്, അത് പ്രത്യേകിച്ച് നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോഴും പ്രോജക്റ്റ് ലോൺ എടുക്കുമ്പോഴും സാധാരണ ഇവിടെ എല്ലാ കേസുകളിലും ബാങ്കുകാർ പറയുന്നത്, നിങ്ങൾക്ക് ലോൺ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയും, നിങ്ങൾ സാറിൻ്റെ പ്രോപ്പർട്ടി എല്ലാം കൊണ്ടുവരൂ, പ്രമാണമൊക്കെ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയാം സാറിന് എത്ര ലോൺ തരാൻ കഴിയുമെന്നുള്ളത്. ഇപ്പോൾ സാധാരണ ഹൗസിംഗ് ലോണാണെങ്കിലും പിന്നെ എഡ്യൂക്കേഷൻ ലോണാണെങ്കിലും ആദ്യമായിട്ട് സംരംഭം തുടങ്ങുന്ന പ്രോജക്റ്റ് ലോണാണെങ്കിലും ഇത് തന്നെ. കാരണം നമുക്കിതിൻ്റെ നൂലാമാലകൾ അറിയാത്തതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രമാണങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഓൾറെഡി ഡോക്യുമെൻ്റ് ചെന്ന് കഴിഞ്ഞാൽ അവരിത് മാക്സിമം, അതായത് നിങ്ങളിപ്പോൾ ഒരു കോടിയുടെ പ്രോപ്പർട്ടി നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് വേണ്ടി 10 ലക്ഷമേ ഉള്ളെങ്കിലും അവർ കഴിവതും ഈ ഒരു കോടിയുടെ പ്രോപ്പർട്ടിയും പിടിച്ചു വെക്കാൻ തന്നെ നോക്കും. എന്നിട്ട് അത് വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ടൈറ്റായിട്ട് വാല്യൂ ചെയ്തിട്ട് അതിൽ ഈ പറയുന്ന 10 ലക്ഷത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു കോടിയുടെ പ്രോപ്പർട്ടി പിടിച്ച് ബാങ്ക് അവരുടെ സൈഡ് സേഫ് ആക്കുകയാണ്. അത് നിങ്ങൾക്ക് ലോൺ തരുന്ന മാനേജറുടെ റിസ്ക് ഒഴിവാകും, ബാങ്കിൻ്റെ റിസ്ക് ഒഴിവാകും. വളരെയധികം പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഒരു കാലത്തും അവർക്ക് നഷ്ടം വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉള്ള ഡോക്യുമെൻ്റ് എല്ലാം കൂടെ വലിച്ചു വാരിക്കൊണ്ടുവന്ന് ബാങ്കുകളെ ഏൽപ്പിക്കരുത്. നിങ്ങൾ ഇപ്പോൾ ബാങ്കിൻ്റെ റൂൾ അനുസരിച്ച് നിങ്ങൾ 10 ലക്ഷത്തിൻ്റെ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 15 ലക്ഷത്തിൻ്റെ ഈട് കൊടുത്താൽ മതി. അതല്ല, മാക്സിമം അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 2 times, അതായത് 20 ലക്ഷത്തിന് വാല്യുള്ള പ്രോപ്പർട്ടി അവർ വാങ്ങിച്ചു വെക്കാൻ റൂളുള്ളതെന്നാണ് ഓംബുഡ്സ്മാനും പറഞ്ഞത്. പക്ഷേ മിക്ക ബാങ്കുകളും അങ്ങനെ ആ വ്യവസ്ഥ നോക്കിയിട്ടല്ല തരുന്നത്. അവരങ്ങ് വാല്യൂ ചെയ്യുവാണ്. അവരുടെ വാല്യൂറെ വെച്ച് അവർ ബാങ്കിൻ്റെ അധികാരികൾ അവർ സെൽഫ് വാല്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല രീതിയിലും. അങ്ങനെ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കോടിയുടെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ അണ്ടർ വാല്യൂ ചെയ്തിട്ട് ഇനി 20 ലക്ഷമാണെങ്കിൽ 20 ലക്ഷമേ ഉള്ളെന്ന് പറയും. അപ്പം നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് 2 മാസത്തേക്കോ അല്ലെ 2 വർഷത്തേക്കോ അല്ലെ 10 വർഷത്തേക്കോ അല്ല ഉള്ളോ, നമുക്ക് തടസ്സങ്ങളൊന്നും വരത്തില്ല, നമ്മൾ അടഞ്ഞു പോകുന്നുള്ള വലിയ ശുഭപ്രതീക്ഷയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ലോൺ എടുക്കുന്നത്. തടസ്സമൊന്നൊരു കാര്യം നിങ്ങൾ അതിനകത്തിൽ സങ്കല്പിക്കുന്നില്ല. ഇങ്ങനൊരു എന്തെങ്കിലും കലാമിറ്റിയുടെയോ ഏതെങ്കിലും രീതിയിലോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സ്ഥിരശമ്പളമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരികയില്ല. ഇത് സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് പോവുമെങ്കിൽ നോർമലായിട്ട് അടഞ്ഞു പോകും. അതെല്ലാം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നൊരു പാർട്ടിയാണ്, കൃഷിക്കാരനാണ്, പിന്നെ പ്രൈവറ്റ് കമ്പനി ജോലിയുള്ളതാണ്, അല്ലെ വിദേശത്താണ്, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും സ്ഥിരം ജോലികളല്ല, സ്ഥിരം വരുമാനവുമല്ല. ഒരു കലാമിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സമയത്തോ കാലത്തോ ഒരു വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ വരൾച്ചയോ അല്ലെ പന്നിയുടെ ആക്രമണമോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ലോൺ അടയ്ക്കാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾക്ക് കലാമിറ്റി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇത് മുന്നേക്കൂട്ടി കാണണം. കാരണം എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 തവണ നിങ്ങളുടെ ലോൺ അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് NPAയിലോട്ട് ഓട്ടോമാറ്റിക്, കമ്പ്യൂട്ടർ തന്നെയാണ് ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് ഇത് NPA അക്കൗണ്ടിലോട്ട് പോകും. അത് കഴിയുമ്പോൾ അവർക്ക് നിയമ നടപടി പോകുക. അതിന് കലാമിറ്റി വന്നെന്നോ ഉരുൾപൊട്ടിയെന്നോ പന്നി ആക്രമിച്ച് നിങ്ങളുടെ കൃഷി നശിപ്പിച്ചെന്നോ ഒന്നുമുള്ള യാതൊരു വിധമായ പരിഗണന നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഈ ഇത്രയും പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെ ഒരു കോടിയുടെ പ്രോപ്പർട്ടി 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഇത് 1 കോടിയും അണ്ടർ വാല്യൂ ചെയ്തിട്ട് ലേലംപടി നടപടിയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള പ്രോപ്പർട്ടി മാത്രമേ കൊടുക്കാവൂ. കാരണം ബാങ്കിൽ തന്നെയാണെങ്കിൽ പലതരം വാല്യുവേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എല്ലാ വാല്യൂർമാരും ഇങ്ങനെ അണ്ടർ വാല്യൂ ചെയ്യുന്നവരാണെന്നോ അല്ലെങ്കിൽ മറ്റേ ബാങ്കിൻ്റെ മാനേജർമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നവരോ അല്ല. പക്ഷേ എല്ലാ രംഗത്തുമുള്ളതുപോലെ ബാങ്കിലും എല്ലാ മേഖലകളിലും ഉണ്ട് കുറേ ആൾക്കാർ അവരുടെ ബെനിഫിറ്റ് മാത്രം നോക്കുന്നവരാണ്.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് കൂടുതൽ അവർക്ക് വാല്യുവേഷൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ മാനേജർമാരുടെ താല്പര്യത്തിനനുസരിച്ച് പലതരം വാല്യുകൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെയാണെങ്കിൽ ഇവിടെ വാല്യൂർ നമ്മൾ ആദ്യം പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തത് ഒരു എമൗണ്ട് ചോദിച്ചു. നല്ല പ്രോജക്റ്റാണ്, ഏതാണ്ട് 40 പേജോളം 41 പേജോളം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു. അത് വളരെ അട്രാക്റ്റീവായിട്ടൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് സാറിന് വേണമെങ്കിൽ ഇരട്ടി ഫണ്ട് തരാമെന്ന് പറഞ്ഞു. ഇരട്ടി ഫണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ബ്രാഞ്ച് മാനേജർ പറഞ്ഞു ഇത് പ്രോപ്പർട്ടി വാല്യൂ ഉള്ളതാണ്, അതുകൊണ്ട് വീണ്ടും നമ്മൾ പ്രോജക്റ്റ് റിവൈസ് ചെയ്തു. ഇയാൾ പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ റിവൈസ് ചെയ്ത് ഏതാണ്ട് 80% വീണ്ടും ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഫണ്ടിങ് കൂട്ടി. കാരണം ഇത് ഞാൻ പറഞ്ഞത് ഒന്ന് പ്രോജക്റ്റ് കൂടെ നമ്മൾ പ്രോജക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കരുത്. കാരണം പക്ഷേ എൻ്റെ പ്രോജക്റ്റിന് ഇപ്പോൾ 4 ഇരട്ടി കിട്ടിയാലും 6 ഇരട്ടി കിട്ടിയാലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു പ്രോജക്റ്റാണ്. വൈഡ് ഓപ്പണിംഗ് ഉള്ളതായതുകൊണ്ട് ഞാൻ 10-40 വർഷം ഡിപ്പിയിലുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാവുന്ന മേഖല മാത്രമാണ് ഞാനിത് കൈവച്ചിരിക്കുന്നതുകൊണ്ടും നമുക്ക് എത്രയും ഫണ്ട് കൂടുതൽ കിട്ടുന്നോ അത്രയും ഇത് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാവുന്നൊരു സ്കോപ്പ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഓഫർ ചെയ്തപ്പോൾ വാങ്ങിക്കുകയും അങ്ങനെ നമ്മൾ ചോദിച്ച പ്രോപ്പർട്ടി എല്ലാം കൂടെ കൊടുക്കുകയും വാല്യൂർ വന്നപ്പോൾ തന്നെ വാല്യൂരോട് നമ്മളിതിൻ്റെ വില ചോദിച്ചത് ഞാൻ മാത്രമല്ല ചോദിച്ചത്, അന്നിരുന്ന മാനേജർ വാല്യുവേഷൻ വന്നപ്പോൾ മാനേജറോട് ചോദിച്ചു. കാരണം പ്രോജക്റ്റ് റിവൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ വാല്യൂരോട് പറഞ്ഞതിന് ശേഷമാണ് പ്രോജക്റ്റ് റിവൈസ് ചെയ്തു. പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു, തരാമെന്ന് പറഞ്ഞ അഡീഷണലായിട്ട് 80% കൂട്ടിത്തരാമെന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ വാല്യൂ മാച്ചാവുന്ന രീതിയിൽ തന്നെ വാല്യുവേഷൻ ഉണ്ട്, എമൗണ്ട് ഉണ്ട്, പ്രോപ്പർട്ടിക്ക് വാല്യൂ ഉള്ളതാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പോലും അത് ഫുള്ളൊന്നുമല്ല, ഏതാണ്ട് നമ്മുടെ മാർക്കറ്റ് വാല്യൂൻ്റെ പകുതി പോലും വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും അത്രയും സേഫായിട്ടാണ് അവർ നോക്കുന്നത്. ആ പ്രോജക്റ്റ് വാല്യൂരോട് നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു പല രീതിയിൽ ഇത് വാല്യൂ ചെയ്യും. ഒന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞത് നമുക്ക് തരാമെന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ മീഡിയം വാല്യൂ ആണ്. അതുപോലെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകണം, മീഡിയം വാല്യൂ ഉണ്ട്, അണ്ടർ വാല്യൂ ഉണ്ട്. ഒരു താല്പര്യമില്ലാത്ത കേസാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു രൂപയുടെ പ്രോപ്പർട്ടി പിടിച്ച് വെച്ചിട്ട് 10 ലക്ഷമോ 20 ലക്ഷമോ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ അത് അണ്ടർ വാല്യൂ ചെയ്ത് ഏറ്റവും ടൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ മാക്സിമം സേഫ്റ്റി അവരെടുക്കുന്നത് 50% ആണ്. മീഡിയം വാല്യൂ ആണെങ്കിൽ തന്നെ അവർക്ക് വളരെ സേഫാണത്. പക്ഷേ അവർക്ക് താല്പര്യമുള്ള കേസാണെങ്കിൽ അത് 80% 90% ഇവിടെ പഞ്ചാബിലൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് 95% ലോൺ വരെ അവിടെ കൊടുക്കാറുണ്ട് ചില ബാങ്കുകൾ. അതേസമയത്ത് ഇവിടെ ഒരു 80% വരെ അവർക്ക് വ്യക്തി താല്പര്യമുള്ള കേസാണെങ്കിൽ അവർ പറഞ്ഞിട്ട് വാല്യൂരോട് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യമുണ്ട്, അതുകൊണ്ടോട് പറയുന്നതാണ്. അവർ വാല്യൂവറുടെ താല്പര്യം ഇവർ മാറ്റിയിട്ട് ഒരു അവരുടെ സിമ്പതി പിടിച്ചു പറ്റുന്ന രീതി സംസാരിച്ചിട്ട്, കാരണം അവർക്ക് കൂടുതൽ വർക്ക് കിട്ടാൻ വേണ്ടി അവർ പറയുന്നത് കുറച്ച് ഒരു ഫ്ലെക്സിബിളാവും. അങ്ങനെ 80% വരെ കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സേഫായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് കൊടുത്തു. കാരണം റിവൈസ് ചെയ്തപ്പോൾ എമൗണ്ട് വരുന്നുണ്ട്. പക്ഷേ പിന്നീട് നടന്നത് ഒരു വൻ ചതിയാണ്. കാരണം ബാങ്കിലെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ബാങ്ക് പഴയ പോലെ അത്ര 100% പ്യൂറാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പഴയ കാലത്തൊക്കെ ബാങ്കിൽ നിന്ന് ഒരു സ്റ്റാഫ് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ വരാന്തയിൽ കയറുകയോ അല്ലെങ്കിൽ ചായ കൊടുത്താൽ കുടിക്കുകയോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിച്ചാൽ പോലും കുറച്ച് ഓഫർ ചെയ്താൽ പോലും അവർ കുടിക്കാറുമില്ല, നമ്മുടെ വീട്ടിലോട്ട് കയറാറുമില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, പോകുന്നു. പക്ഷേ അതുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ ഇതിന് മുമ്പ് എൻ്റെ അനുഭവത്തിൽ 2013 പ്രോജക്റ്റ് വരെ ഇങ്ങനെ ബാങ്കിങ് മേഖലയിൽ ഒരു 10 രൂപയുടെ അഴിമതി ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുമില്ല, പറഞ്ഞു കേട്ടിട്ടുമില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് ഏജൻസികളായതുകൊണ്ട് അവർ ഫീസ് വാങ്ങിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ വാങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. ഈ ഏജൻസി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഫീസ് വാങ്ങിക്കുന്നത് അവരുടെ ഫീസ് ഉൾപ്പെടെ, പിന്നെ ബാങ്കിനെ ബ്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രൈബ് ചെയ്യാനോടെ തന്നെ അതിന് വേറെ സ്വീറ്റ് നെയിംസ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. ബാങ്കുകാർക്കും വീതം വെച്ച് പിന്നെ പലർക്കും അതിൻ്റെ പടികൾ പോകുന്നുണ്ടെന്ന് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇല്ലെന്ന് പറയണ്ട, ഇത് പ്രോജക്റ്റ് റിപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന മാനേജർമാർക്കും അവർക്ക് ഇതിന് ഷെയർ പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളോട് ഫീസ് വാങ്ങിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഞങ്ങൾക്ക് മാത്രമല്ല ഇത് പലർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലുണ്ട് ഇങ്ങനെ വാല്യുവേഷൻ. ഞാൻ തുടങ്ങുന്നത് 2013 സമയത്ത് അങ്ങനെ പ്രൈവറ്റ് വാല്യുവേഷൻ ഇല്ലായിരുന്നു. എൻ്റെ അറിവിൽ ഞാൻ തിരക്കിയപ്പോൾ അങ്ങനെയില്ല. പിന്നെ കേരളത്തിൽ ഇങ്ങനെ ആരും 10 പൈസ ബാങ്കിങ് മേഖലയിൽ ആ സമയത്ത് വാങ്ങിക്കത്തില്ല എന്നാണ് ബാങ്കിൽ നിന്ന് അറിഞ്ഞതും ബാങ്കിൻ്റെ അന്നുണ്ടായിരുന്ന ബ്രാഞ്ച് മാനേജരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞതും അങ്ങനെയാണ്. ഈ ബാങ്കിൽ അങ്ങനെ ചരിത്രം പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ പ്രോജക്റ്റ് ഡബിളാക്കുന്നു. 1 മാസത്തിനകം എനിക്ക് പ്രോജക്റ്റ് ഫണ്ട് തരാമെന്നുള്ള ഓഫറിൽ നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം കൊടുക്കുന്നു. അതായത് നവംബർ 15 റിവൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഡിസംബർ 15 ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രോജക്റ്റ് ഫുൾ എമൗണ്ട് പാസ്സായി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡോക്യുമെൻ്റൊക്കെ കൊടുക്കുന്നു. എല്ലാം വെരിഫൈ ചെയ്തു, കുഴപ്പമില്ല. പ്രോജക്റ്റ് റിപ്പോർട്ട് വെരിഫൈ ചെയ്തു, കുഴപ്പമില്ല. റിവൈസ് ചെയ്ത് കൊടുത്തു, അതും പ്രോജക്റ്റ് റിപ്പോർട്ടെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ സ്വീറ്റായിട്ട് സംസാരിച്ചിരുന്ന അതിൻ്റെ ഡിവിഷൻ മാനേജർ, അദ്ദേഹമാണ് ഈ പ്രോജക്റ്റിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ചാർജ്. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കക്ഷിയുടെ സ്വീറ്റ് വോയിസ് മാറിയിട്ട് കക്ഷി വേറൊരു കഥാപാത്രമായിട്ട് മാറി വളരെ ഷാർപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇത് എന്തുകൊണ്ടാണെങ്കിലും സംഭവിച്ചെന്നറിയത്തില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഇതൊരു ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ ഒരു മേഖലയിൽ നിന്ന് വന്നു. ഞാൻ അത് അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. നമസ്കാരം.